തുടരെയുള്ള രാജികൾക്കൊടുവിൽ കേരളം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനും സാക്ഷ്യം വഹിച്ചു. ഭരണഘടനാപരമായ പ്രതിസന്ധി ഒഴിവാക്കാൻ മുസ്ലിം ലീഗ് നേതാവ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെയും അവസാനത്തെയും മുസ്ലിം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം വലിയ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു. അസാമാന്യനായ വാഗ്മിയും ഭരണതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. എന്നാൽ ആ മന്ത്രിസഭയുടെ അടിത്തറ വളരെ ദുർബലമായിരുന്നു. പല പാർട്ടികളുടെയും പുറത്തുനിന്നുള്ള പിന്തുണയോടെയാണ് ആ സർക്കാർ നിലനിന്നിരുന്നത്. എങ്കിലും വിദ്യാഭ്യാസ രംഗത്തടക്കം പല സുപ്രധാന തീരുമാനങ്ങളും എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ മറ്റു കക്ഷികൾ പിന്തുണ പിൻവലിച്ചതോടെ ആ മന്ത്രിസഭയ്ക്ക് വെറും 50 ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1979 നവംബർ 30 നിയമസഭ പിരിച്ചുവിടുകയും ഡിസംബർ 1 CH രാജിവെക്കുകയും ചെയ്തതോടെ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് നീങ്ങി. രാഷ്ട്രപതി ഭരണത്തിന് ശേഷം 1980 ജനുവരിയിൽ സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ആ തെരഞ്ഞെടുപ്പാണ് ഇന്നത്തെ കേരളം കാണുന്ന LDF, UDF എന്ന ഇരുമുന്നണി സംവിധാനത്തിലേക്ക് പൂർണ്ണമായ രൂപം നൽകിയത്. CPM-ഉം CPI-യും ഒരുമിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതായത് LDF രൂപീകരിച്ചു.